ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ എഴുതിയിട്ട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് മെഡിക്കൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്ന സ്വഭാവത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് CUT ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ സെക്ടറിൽ വ്യത്യസ്തമായ മേഖലയിലേക്ക് പോകാൻ പറ്റും. CUT ഈ പറയുന്ന വ്യത്യസ്ത മെഡിക്കൽ ഡിഗ്രിയിലേക്ക് റിക്വയർമെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിക്കുന്നത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡൈവേഴ്സ് റീജിയനിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അത്തരം ഓപ്പർച്യൂണിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണ മെഡിക്കൽ കോഴ്സുകളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ്, എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതിയാണ്. CUT വഴി നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രധാനമായിട്ടും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ. മെഡിക്കൽ റിലേറ്റഡ് എന്ന് പറയുന്നത് പ്യുവർ മെഡിക്കൽ അല്ല, അതുമായി ബന്ധപ്പെട്ട് അലൈഡ് വരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്വഭാവത്തിൽ മെഡിക്കൽ റിസർച്ച്, മെഡിക്കൽ അനലിറ്റിക്സ് ഒക്കെ പോലെയുള്ള മേഖലയിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള മേഖലകളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BSc ഓണേഴ്സ് ബയോളജിക്കൽ സയൻസസും BSc ഓണേഴ്സ് ബയോമെഡിക്കൽ സയൻസ് എന്നുള്ള 2 കോഴ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലബോറട്ടറികളിൽ, റിസർച്ച് സെൻ്ററുകളിലേക്കൊക്കെ ഉള്ള ആവശ്യമുള്ള മേഖലകളായിരിക്കും. അതിൽ ഇനി 1 ലാംഗ്വേജ് എഴുതാനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. BSc ഓണേഴ്സ് ബയോളജിക്കൽ സയൻസ്, BSc ഓണേഴ്സ് ബയോമെഡിക്കൽ സയൻസ് എന്നുള്ള 2 കോഴ്സുകൾ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കാണാം. ആസാം യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്നുള്ള കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫാർമ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആസാം യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സും ആണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. CUT കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, ലക്നോ. ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് DPharm കോഴ്സ്, BPharm കോഴ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇനി 1 ലാംഗ്വേജ് പ്ലസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സിൽ ഏതെങ്കിലും 3 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് BVoc ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. അതായത് വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് MLT എന്ന് പറയുന്നത്. മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത് ലബോറട്ടറികളിൽ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് BVoc കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇംഗ്ലീഷും ബയോളജിയും മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് BHUവിൽ BVoc കോഴ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. വൊക്കേഷണൽ കോഴ്സാണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടിയുള്ള കോഴ്സ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലേക്ക് വരാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ നോക്കുകയാണെങ്കിൽ BVoc ഇൻ ബയോമെഡിക്കൽ സയൻസസ്, അതുപോലെ തന്നെ BPharm എന്നുള്ള കോഴ്സ് ഉണ്ട്. 2നും ബയോളജി മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ സെക്ഷൻ 2ൽ ബയോളജി മാത്രമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ പറയുന്നത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ B.Pharmacy എന്നുള്ള കോഴ്സ് ഉണ്ട്. അതിൽ സെക്ഷൻ 2ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾക്ക് BPharm കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുത്തെ കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി എഴുതണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയയിൽ ബാച്ചിലർ ഓഫ് ഫാർമസി, ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് BPharm, DPharm എന്ന 2 കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 3ൽ GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ചില യൂണിവേഴ്സിറ്റികൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇംഗ്ലീഷും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി പറയുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റി ജനറൽ ടെസ്റ്റ് കൂടി ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റി ജനറൽ ടെസ്റ്റ് മാത്രം പറയുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റി ബയോളജി മാത്രം പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി HNBGUം ശ്രീനഗറിൽ, അവിടെ നിങ്ങൾക്ക് BPharm, അതുപോലെ തന്നെ BPharm ലാറ്ററൽ എൻട്രി ഉണ്ട്. BPharm നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ലാറ്ററൽ എൻട്രിയിലെ കോമ്പിനേഷനിൽ കെമിസ്ട്രിയും ബയോളജിയുമാണ് ഉണ്ടാവുക എന്നതാണ്. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി IGNTU, മധ്യപ്രദേശിൽ അമർകണ്ടകിലുള്ള യൂണിവേഴ്സിറ്റിയാണ് IGNTU, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ BPharm, DPharm കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് ആണ് സെക്ഷൻ 2ൽ ആവശ്യമായിട്ട്
പറയുന്നത്. ഇനി മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, മാനു ഹൈദരാബാദിലുള്ള മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയിൽ ബിവോക് മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി, ബിവോക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ബിവോക് എമർജൻസി ട്രോമ കെയർ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള പാരാമെഡിക്കൽ സ്വഭാവത്തിലുള്ള കോഴ്സുകളുണ്ട്. സബ്ജക്ട് കോമ്പിനേഷനിൽ ഉറുദു നിർബന്ധമാണ്. കാരണം മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി അവരുടെ ഒരു ഉറുദു പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. GATU ആണ് അവിടെ ചോദിക്കുന്നത്. ഇനി സിക്കിം യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നാൽ BSc നഴ്സിംഗ്, അത് വളരെ അപൂർവമാണ്. BSc നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷും കെമിസ്ട്രിയും ബയോളജി ഫിസിക്സും ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം നഴ്സിംഗിന് പോകാൻ സിക്കിം യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ആ പ്രദേശത്തൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോകാവുന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HCUവിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഒപ്റ്റോമെട്രി ആൻഡ് വിഷൻ സയൻസ് എന്നതിനുള്ള ഈ ഒപ്റ്റോമെട്രി കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്ക് വളരെ പ്രധാനപ്പെട്ട പേപ്പറാണ്. നിങ്ങൾ സെക്ഷൻ 2 നിന്നും ഫിസിക്സും കെമിസ്ട്രി എഴുതണം. ക്വാളിഫയിങ് പേപ്പറായിട്ട് ഇംഗ്ലീഷും മാത്സോ ഓർ ബയോളജിയോ എഴുതിയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻസ് എടുക്കാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഫാർമസ്യൂട്ടിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകൾ ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഇൻഫർമേഷൻസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.